നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. യുഎസും ഇറാനും തമ്മിലുള്ള സംഘർഷം രൂക്ഷമായിക്കൊണ്ടിരിക്കുന്നു. മിഡിൽ ഈസ്റ്റിൽ യുഎസ് നാവിക സാന്നിധ്യം വിപുലീകരിക്കുന്നതിനിടെയാണ് ഇറാനിയൻ പ്രഖ്യാപനങ്ങൾ വരുന്നത്. യുദ്ധത്തിന്റെ കാറ്റ് ഇറാനിലേക്ക് വീശുമ്പോൾ ഒരു വിദേശ ശക്തിയും ഇറാനെ ആക്രമിക്കാൻ ധൈര്യപ്പെടില്ല എന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചി മുന്നറിയിപ്പ് നൽകി. ഏത് ഭീഷണികളെയും നേരിടാൻ ഇറാൻ തയ്യാറാണെന്നാണ് ഇറാൻ യുഎസിനും ഇസ്രയേലിനും ശക്തമായ മുന്നറിയിപ്പ് നൽകുന്നത്. യുഎസുമായി നേരിട്ടുള്ള ചർച്ചകളിൽ ഏർപ്പെടാനുള്ള ഇറാന്റെ വിസമ്മതവും അരാക്ചി ആവർത്തിച്ചു. എന്നിരുന്നാലും ഇടനിലക്കാർ വഴിയുള്ള പരോക്ഷ ചർച്ചകളുടെ സാധ്യത അദ്ദേഹം അംഗീകരിക്കുകയും ചെയ്തു. അമേരിക്കൻ പക്ഷവുമായി ഞങ്ങൾ നേരിട്ടുള്ള ചർച്ചകളിൽ ഏർപ്പെടില്ല, എന്നിരുന്നാലും പരോക്ഷ ചർച്ചകൾക്കുള്ള വഴി തുറന്നിട്ടുണ്ട്. അത് ചെയ്യാൻ കഴിയുന്ന വിവിധ മാർഗങ്ങളുമുണ്ട് എന്നാണ് അരാക്ചി പറയുന്നത്. ഇതേസമയം ഏത് ആക്രമണത്തിനും ഇറാൻ തയ്യാറാണെന്ന് ഇറാന്റെ റവല്യൂഷണറി ഗാർഡ് കോർപ്സ് IRGC നേവി കമാൻഡറും പറയുന്നു. IRGC തങ്ങളുടെ ആയുധങ്ങളിൽ AI സംവിധാനം ഉൾപ്പെടുത്തുന്നുണ്ട് എന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇസ്ലാമിക് റിപ്പബ്ലിക്കിനെ ആക്രമിക്കാനുള്ള ചിന്ത പോലും എതിരാളികളുടെ മനസ്സിൽ വേണ്ട എന്നും അരാക്ചി ആത്മവിശ്വാസം പ്രകടിപ്പിച്ചിരിക്കുകയാണ്. തലസ്ഥാനമായ ടെഹ്റാനിൽ മുതിർന്ന ഇറാനിയൻ ദുരിതാശ്വാസ ഉദ്യോഗസ്ഥരുടെ യോഗത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് ഉന്നത നയതന്ത്രജ്ഞൻ വിവിധ മേഖലകളുടെ പൂർണ്ണമായ തയ്യാറെടുപ്പും എടുത്തുകാണിച്ചു. കൂട്ടായ സന്നദ്ധത രാജ്യത്തിന് സുരക്ഷ നൽകിയിട്ടുണ്ട് എന്നും അരാക്ചി എടുത്തു പറയുന്നു. മിഡിൽ ഈസ്റ്റിൽ അമേരിക്ക നാവിക സാന്നിധ്യം ശക്തിപ്പെടുത്തുന്നതോടെ വർദ്ധിച്ചുവരുന്ന സംഘർഷങ്ങൾക്കിടയിലാണ് അദ്ദേഹത്തിന്റെ പ്രസ്താവന. സായുധ സേനകൾ, ദുരിതാശ്വാസ സംഘടനകൾ, സർക്കാർ, ജനങ്ങൾ തുടങ്ങി എല്ലാ മേഖലകളിലും പ്രതികൂല സാഹചര്യങ്ങളെ നേരിടാൻ ഒരുക്കങ്ങൾ ചെയ്തു കഴിഞ്ഞു എന്നാണ് അരാക്ചി പറയുന്നത്. ഇസ്ലാമിക് റിപ്പബ്ലിക് ഉൾപ്പെടുന്ന ഒരു യുദ്ധവും ഉണ്ടാകില്ലെന്ന് മാധ്യമങ്ങളോട് താൻ മുമ്പ് പറഞ്ഞ കാര്യങ്ങൾ ആവർത്തിച്ചുകൊണ്ടുതന്നെ പ്രതികൂല സാഹചര്യങ്ങളെക്കുറിച്ചുള്ള രാജ്യത്തിന്റെ സമഗ്രമായ ജാഗ്രതയും പ്രസക്തമായ സന്നദ്ധതയും കാരണമാണ് ഇപ്പോൾ ഇങ്ങനെ പറയുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു. ഇത്തരം തയ്യാറെടുപ്പ് ഇല്ലെങ്കിൽ രാജ്യത്തിന്റെ മേൽ സംഘർഷങ്ങൾ അടിച്ചേൽപ്പിക്കപ്പെടുമെന്നാണ് അദ്ദേഹം അഭിപ്രായപ്പെടുന്നത്. സായുധ സേനകളും ദുരിതാശ്വാസ യൂണിറ്റുകളും ഒരുപോലെ തയ്യാറെടുപ്പ് നടത്തുന്നുണ്ട് എന്നും പറയുന്നു. ഇതേസമയം റെഡ് ക്രസന്റ് ഉദ്യോഗസ്ഥരെ അഭിസംബോധന ചെയ്തുകൊണ്ട് തങ്ങളുടെ ദുരിതാശ്വാസ ദൌത്യങ്ങൾ നിർവഹിക്കുന്നതിനുള്ള അവരുടെ അചഞ്ചലമായ പ്രതിബദ്ധതയും അപകടകരമായ സാഹചര്യങ്ങൾ നേരിടാനുള്ള ജാഗ്രതയെയും അരാക്ചി പ്രശംസിക്കുന്നു. രാജ്യത്തിനെതിരായ സൈനിക ആക്രമണ സാധ്യതയെക്കുറിച്ചുള്ള നിലപാട് മറ്റ് ഇറാനിയൻ ഉദ്യോഗസ്ഥരും എടുത്തു പറയുന്നുണ്ട്. ഈ മാസം ആദ്യം ഇറാനിലെ ഇസ്ലാമിക് റവല്യൂഷൻ ഗാർഡ് കോർപ്സിന്റെ ചീഫ് കമാൻഡറായ മേജർ ജനറൽ ഹൊസൈൻ സലാമി ഇസ്ലാമിക് റിപ്പബ്ലിക് സംഘർഷത്തിന് തുടക്കമിടില്ല എങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള ഭീഷണികൾ വന്നാൽ ആക്രമണ പ്രവർത്തനങ്ങളോടെല്ലാം നിർണായകമായി പ്രതികരിക്കുമെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. വിവിധ മേഖലകളിൽ പ്രതിരോധ ഉപകരണങ്ങൾ നിർമ്മിക്കാൻ ഇറാന് നിലവിൽ കഴിവുണ്ട് എന്ന് IRNAയോട് സംസാരിച്ച ബ്രിഗേഡിയർ ജനറൽ അമീർ റസ്റ്റഗരി പറയുന്നു. പ്രതിരോധം സംബന്ധിച്ച് ഇറാന്റെ നിലപാടിനെയും വാഷിംഗ്ടണുമായുള്ള നേരിട്ടുള്ള ചർച്ചകൾ ഇറാൻ നിരസിക്കുന്നതും യുദ്ധ സാഹചര്യത്തിലേക്കാണ് തന്നെയാണ് വിരൽ ചൂണ്ടുന്നത്. പ്രതിരോധ മേഖലകളിൽ നമ്മുടെ ശക്തമായ സായുധ സേനകൾക്ക് ലഭ്യമായ 90% ഉപകരണങ്ങളും സംവിധാനങ്ങളും പൂർണ്ണമായും രൂപകൽപ്പന ചെയ്തു നിർമ്മിച്ചിരിക്കുന്നത് പ്രതിരോധ മന്ത്രാലയത്തിലെ വ്യാവസായിക സംഘടനകളും അവരുടെ സഹകരണ ശൃംഖലകളുമാണെന്നും അമീർ റസ്റ്റഗരി പറയുന്നു. മേഖലകളിലെ പ്രതിരോധ ആവശ്യകതകൾ AEI രൂപകൽപ്പന ചെയ്യുകയും നിർമ്മിക്കുകയും ചെയ്തിട്ടുണ്ടെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ഇന്നുവരെ വിവിധ മേഖലകളിലായി 7000-ലധികം സിസ്റ്റങ്ങൾ നിർമ്മിക്കുകയും സായുധ സേനയ്ക്ക് നൽകുകയും ചെയ്തിട്ടുണ്ടെന്ന് അദ്ദേഹം എടുത്തു പറയുന്നു. രാജ്യത്തിന് പൂർണ്ണമായും തദ്ദേശീയമായി നിർമ്മിച്ച ആധുനിക കപ്പലുകൾ ഉണ്ടെന്ന് അമീർ റസ്റ്റഗരി വെളിപ്പെടുത്തി. ടെലികമ്മ്യൂണിക്കേഷൻ, റഡാർ, ഇലക്ട്രോണിക് യുദ്ധം, അഗ്നി നിയന്ത്രണം, സോണാർ സംവിധാനങ്ങൾ എന്നിവയുൾപ്പെടെയുള്ള ഉപകരണങ്ങൾ രൂപകൽപ്പന ചെയ്യുന്നതിൽ ഇറാനിയൻ വിദഗ്ധർ വിജയിച്ചിട്ടുണ്ട് എന്നും റസ്റ്റഗരി പറയുന്നു. തദ്ദേശീയമായി രൂപകൽപ്പന ചെയ്ത് നിർമ്മിച്ച ദേന ഡിസ്ട്രോയർ 2022 ഇറാന്റെ നാവികസേനയിൽ ചേർന്നുവെന്നും ഇതുവരെ ലോകമെമ്പാടും സഞ്ചരിച്ച് 5 സമുദ്രങ്ങളിലൂടെ 55,000 കിലോമീറ്ററിലധികം സഞ്ചരിച്ചിട്ടുണ്ട് എന്നും അരാക്ചി പറയുന്നു. കഠിനമായ സമുദ്ര സാഹചര്യങ്ങളിൽ സുരക്ഷിതമായി സഞ്ചരിക്കാൻ കഴിയുന്ന ഉപകരണങ്ങൾ നിർമ്മിക്കാൻ കഴിവുള്ള രാജ്യത്തിന്റെ പ്രതിരോധ വ്യവസായത്തിന്റെ ശക്തിയാണ് ഇത് കാണിക്കുന്നതെന്നും ഉദ്യോഗസ്ഥർ പറയുന്നുണ്ട്. ആഗോള ധാർഷ്ട്യത്തിന്റെ ഉപരോധങ്ങളും തടസ്സപ്പെടുത്തുന്ന പ്രവൃത്തികളും ഉണ്ടായിരുന്നിട്ടും ഇറാന്റെ പ്രതിരോധ വ്യവസായം മുന്നേറുകയാണെന്ന് റസ്റ്റഗരിയും ആവർത്തിക്കുന്നു. ഇറാന്റെ പ്രതിരോധ വ്യവസായങ്ങൾക്ക് അതിന്റെ കഴിവുകളെയും അറിവുകളെയും ആശ്രയിച്ച് വിവിധ അന്താരാഷ്ട്ര ഉടമ്പടികൾക്ക് അനുസരിതമായി ശത്രുക്കൾക്ക് വിദൂരത്തുനിന്ന് കൃത്യമായ മറുപടി നൽകാൻ കഴിയുമെന്ന് അരാക്ചി വ്യക്തമാക്കുന്നു.
ഇറാനിയൻ സൈനിക വിദഗ്ധരും എഞ്ചിനീയർമാരും സമീപ വർഷങ്ങളിൽ വിപുലമായ തദ്ദേശീയ ഉപകരണങ്ങൾ നിർമ്മിക്കുന്നതിൽ ശ്രദ്ധേയമായ മുന്നേറ്റങ്ങൾ നടത്തിയിട്ടുണ്ട്. ഇത് സായുധ സേനയെ സ്വയം പര്യാപ്തമാക്കുകയും ചെയ്യുന്നുവെന്നാണ് പറയുന്നത്. പ്രതിരോധത്തിനു വേണ്ടിയുള്ള മിസൈൽ ശക്തി ഉൾപ്പെടെയുള്ള സൈനിക ശേഷികൾ ശക്തിപ്പെടുത്താൻ ഇറാൻ മടിക്കില്ലെന്നും ഇറാന്റെ പ്രതിരോധ ശേഷികൾ ഒരിക്കലും ചർച്ചകൾക്ക് തുറന്നിടില്ല എന്നും ഇറാൻ ഉദ്യോഗസ്ഥർ ആവർത്തിച്ച് അടിവരയിട്ട് പ്രസ്താവിക്കുന്നു. ഇറാന്റെ പ്രതിരോധ ശേഷി നിലനിർത്തുന്നതിനും വർദ്ധിപ്പിക്കുന്നതിനുമുള്ള ശ്രമങ്ങൾക്ക് ഇസ്ലാമിക വിപ്ലവത്തിന്റെ നേതാവ് ആയത്തുള്ള സയ്യിദ് അലി ഖമേനി ആവർത്തിച്ച് ആഹ്വാനം ചെയ്തിട്ടുണ്ട്. രാജ്യത്തിന്റെ മിസൈൽ പദ്ധതിയെ ചോദ്യം ചെയ്യുന്ന ശത്രുക്കളെ അദ്ദേഹം പലതവണ അപലപിച്ചിട്ടുമുണ്ട്. ഇറാൻ പിന്തുണയുള്ള ഗ്രൂപ്പുകൾ ഉൾപ്പെട്ട തുടർച്ചയായ സംഘർഷങ്ങളെ തുടർന്ന് US അതിന്റെ സൈനിക നിലപാട് വർദ്ധിപ്പിച്ചു. ഇറാനാണ് ഹൂതികളുടെ പ്രധാന ധൈര്യം. ഹൂതികൾക്കെതിരായ ആക്രമണം ശക്തിപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ US പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെക്സത്ത് മേഖലയിൽ 2 വിമാനവാഹിനി കപ്പൽ ഉൾപ്പെടെ വിന്യസിച്ചു കഴിഞ്ഞു. USS ഹാരി എസ് ട്രൂമാന്റെ വിപുലമായ വിന്യാസവും USS കാൾ വിൻസെന്റിന്റെ വരവും മേഖലയിൽ പട്രോളിംഗിനും ആക്രമണത്തിനുമുള്ള US കമാൻഡർമാരുടെ ശേഷി വർദ്ധിപ്പിക്കുന്നതാണ്. എന്തായാലും ഇവയെല്ലാം തന്നെ സൂചിപ്പിക്കുന്നത് മേഖലയിൽ നിലനിൽക്കുന്ന സംഘർഷ സാധ്യത തന്നെയാണ്. മലയാളി വാർത്ത ഇൻസൈഡ്.